പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരാകുക, പരിശുദ്ധാത്മാവ് നിങ്ങൾ അനുഭവിക്കുന്നവരാകുക. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് വിളിച്ച് പറയാം. ഇന്നലെ നമ്മൾ അനുഭവിച്ച ദൈവിക സാന്നിധ്യം, ഇന്നലത്തെ ആരാധനയിൽ നമ്മൾ അനുഭവിച്ച ദൈവിക സാന്നിധ്യം ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഈ ഒരു പ്രഭാതത്തിൽ നിങ്ങൾ ആലോചിക്കുന്നതും ചിന്തിക്കേണ്ടതായ കാര്യമാണ്. നിങ്ങൾ പല മേഖലയിലേക്ക് തിരിയുന്ന നിമിഷമാണ് ഈ ഒരു നിമിഷം, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഇന്നലെ എൻ്റെ ആരാധനകളിൽ ഞാൻ അനുഭവിച്ച ദൈവിക സാന്നിധ്യം ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ആ ഒരു ദൈവിക സാന്നിധ്യം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ പാട്ടുകൾ, ഞാൻ പാടിയ ഓരോ പാട്ടുകളിലൂടെ ദൈവദാസൻ എന്നോട് സംസാരിച്ചതൊക്കെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ആത്മീയ അന്തരീക്ഷം എൻ്റെ അകത്തുണ്ടോ, എൻ്റെ അകത്ത് ഇപ്പോഴും നിലനിൽപ്പുണ്ടോ? ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ അതിനെ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം വരുന്നു, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എത്രത്തോളം അതിനെ വിശ്വസിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ അകത്ത് ചില ക്രിയകൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സൊരുക്കമായിരിക്കും, നിങ്ങളുടെ കണ്ണുകൾ ഒരുക്കമായിരിക്കണം, നിങ്ങളുടെ ചിന്തകൾ ഒരുക്കമായിരിക്കണം, നിങ്ങളുടെ കരങ്ങൾ ഒരുക്കമായിരിക്കണം, നിന്റെ കാലുകൾ ഒരുക്കമായിരിക്കണം, നിന്റെ വിചാരങ്ങൾ ഒരുക്കമായിരിക്കണം, അങ്ങനെ എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കമായിരിക്കണം. നമ്മൾ പല ദൈവദാസന്മാരിൽ കൂടെ കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. നിങ്ങൾ പകൽക്കാലം എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതത്തോടെ ആത്മനിറവോടെ വിളിച്ചു പറയുക, പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ കൂടെ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ എൻ്റെ കൂടെ ചേർന്ന് പറ, പരിശുദ്ധാത്മാവെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള ഒരു കഴിവ് എൻ്റെ അകത്ത് വന്നു. ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. എന്താണ് പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാതെ വണ്ണം ആരാധനകളിൽ പോലും എനിക്കതിനെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന വണ്ണം നിങ്ങൾ തന്നെ ചിന്തിച്ചത്, പലവരും നിന്റെ അടുത്ത് നിൽക്കുന്നവർ പോലും ആ പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളിലേക്ക് കടന്ന് അതിനെ പിടിച്ചെടുത്തുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾക്കത് കഴിയുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾ അടുത്ത ഞായറാഴ്ചകളിൽ പോലും ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ ഒരാൾ മാറുന്നവനെ പോലെ അടുത്ത ഞായറാഴ്ച നിങ്ങളൊന്ന് മാറിപ്പോകുന്നത് പോലെ നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നാൽ അതിനു വേണ്ടിയുള്ള റൈറ്റായ ടൈമാണ് ഈ ടൈം. എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം. ഈ ഒരു റൈറ്റ് ടൈമിൻ്റെ അകത്ത് നിങ്ങൾ ഒരുക്കപ്പെട്ടോ, ഈ ഒരു വാക്കുകൾ കേട്ട് നിങ്ങൾ ഒരുക്കപ്പെട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ട്, നിന്റെ കൂടെയുണ്ട്, നിന്റെ അകത്ത് ചില ക്രിയകൾ ചെയ്യും. അത് ചെയ്യണമെങ്കിൽ നിന്റെ മനസ്സൊരുക്കമായിരിക്കണം. നിങ്ങളുടെ ഒരുക്കമായിരിക്കണം. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, എൻ്റെ അഭിനക്കാരെ, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ഒരുക്കമാണെന്ന് ദൈവം നോക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയാതെ, ആ ഒരു നിറവ് അനുഭവിക്കാൻ കഴിയാതെ എന്തുകൊണ്ടാണ് നമ്മൾ ഒതുക്കപ്പെടുന്നത്? ഈ കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒതുക്കപ്പെടുന്നത്? നമ്മൾ ഒതുക്കപ്പെടുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളതിനെ ഏറ്റെടുക്കുവാൻ നമ്മുടെ മനസ്സ് തയ്യാറാകുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട് വിശ്വസിച്ചാലേ അതിന് നമ്മൾ ഏറ്റെടുക്കുന്നത്. അങ്ങനെയുള്ള മനോഭാവത്തിൽ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആദ്യം ആ മനോഭാവത്തിൽ കാര്യം, ആ മനോഭാവം നിൻ്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ആ ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. ആ ഒരു പകർച്ചകൾ നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ആ ഒരു ദൈവിക സാന്നിധ്യത്തെ നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നീ അടുത്ത കാര്യം ചില മേഖലകളിൽ നിന്ന് കേട്ട് വിശ്വസിക്കുന്നവരാണ് ചിലവർ, കണ്ട് വിശ്വസിക്കുന്നവരാണ് ചിലവർ. അങ്ങനെയുള്ള വിശ്വാസമുള്ള, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുള്ള മനോഭാവം ഇരിക്കുന്നവർ കേൾക്കുക, നിങ്ങൾക്ക് ഒരിക്കലും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അപ്പുറം ഞാൻ ആഴമായി വിശ്വസിക്കും ആ ദൈവിക പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യും, എൻ്റെ നടുവിൽ നടക്കും എന്നാഴമായി വിശ്വസിക്കുന്നു. ഞാനിത് പറയുന്ന നിമിഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ആ ഒരു വിചാരത്തെ എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ ചർച്ചിൻ്റെ അകത്ത് നടക്കുന്ന ഇടമീറ്റിങ്ങിൻ്റെ അകത്ത് ആ ഒരു ദൈവിക സാന്നിധ്യം എന്നെ കൈകാര്യം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ കടന്നു പോകുക. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, എന്നിലേക്ക്
എന്നിലേക്ക് പകർന്നു. ഇത് നിങ്ങൾ പറയുക. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ നിങ്ങൾ കുടുംബമായി പറയുക. നിങ്ങൾ ഒറ്റപ്പിക്കൂടെ പറയുക. വെൽക്കം, വെൽക്കം. നിങ്ങളെ ദേഷ്യപ്പെടുത്തി നിന്റെ ആത്മീയ അന്തരീക്ഷങ്ങളിൽ അടയ്ക്കാൻ വരുന്ന ആ ഒരു ശക്തിയുടെ മുമ്പിൽ വിളിച്ചു പറ, പരിശുദ്ധാത്മാവേ സ്വാഗതം, പരിശുദ്ധാത്മാവേ സ്വാഗതം. നീ അതിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പിട്ട്, നീ അതിനെ കോപിക്കാൻ പോകുന്നതിന് മുമ്പിട്ട്, നീ ദേഷ്യപ്പെടാൻ പോകുന്നതിന് മുമ്പിട്ട്, പരിശുദ്ധാത്മാവേ സ്വാഗതം, സ്വാഗതം, പരിശുദ്ധാത്മാവേ വെൽക്കം, 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 വെൽക്കം ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ പറയുകയാണെങ്കിൽ നിന്നെ തകർക്കാൻ ശ്രമിക്കാൻ വരുന്ന പൈശാചിക മേഖലയെ നീ തകർത്തെറിയും. നിന്നെ ഒതുക്കുവാൻ വരുന്ന പൈശാചികമായ തലങ്ങളെ നീ തകർത്തെറിയും. അതിലാഴമായി വിശ്വസിച്ച് അതിലുറച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, കോപിക്കരുത്. രണ്ടാമത്തെ കാര്യം, നിന്റെ അകത്ത് അസൂയയുടെ മനോഭാവം ഉയരുത്. മൂന്നാമത്തെ കാര്യം, നിന്റെ അകത്ത് ചിന്തകൾ കാരണം നീ കട്ടപ്പെടരുത്. എങ്ങനത്തെ ചിന്തകൾ? നിന്റെ ദൈവസഭയെ കുറിച്ച് നീ നെഗറ്റീവായി ചിന്തിക്കരുത്. ദൈവദാസനെ പറ്റി നെഗറ്റീവായി ചിന്തിക്കരുത്. ദൈവ കുടുംബത്തെ പറ്റി നെഗറ്റീവായി ചിന്തിക്കരുത്. യാതൊരു നെഗറ്റീവായ ചിന്തകളും നിന്റെ അകത്ത് ഉണ്ടാകാതിരുന്നാൽ നീ അടുത്ത ലെവലിലേക്ക് കയറി നിൽക്കും. എന്താണ് ഈ അടുത്ത ലെവൽ? ഞാൻ പറയുന്നത് ഉണർവിൻ്റെ ഒരു വാർത്താവാക്കിലേക്ക് നിന്നെ തീർക്കും. ഉണർവിൻ്റെ ഒരടിസ്ഥാന കണ്ണിയാക്കി അതിലേക്ക് നിന്നെ കയറ്റി നിർത്തുന്നതോ. ഇതിനെ എത്രത്തോളം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടറിയില്ല. നിങ്ങൾ എത്രത്തോളം എന്നെ സ്വീകരിക്കുന്നു അറിയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ നിമിഷം നിങ്ങളുടെ ആത്മനിർഭർ നിന്ന് ദൂത് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ഈ നിമിഷം നിന്നെ പിടിച്ചു കെട്ടുവാൻ വരുന്ന പിശാചിന്റെ സൈന്യങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന പൈശാചികമായ തലങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ആ അസൂയയുടെ സ്പിരിറ്റുകൾ, ആ കുഞ്ഞായ്മകളുടെ സ്പിരിറ്റുകൾ, നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന പൈശാചികമായ താവാളങ്ങൾ ഉയരുന്ന ചിന്തകൾ, ആലോചനകളൊക്കെ നിന്റെ മുമ്പിൽ തകർന്നു വീഴുന്നയോ മക്കളെ. അതിനുവേണ്ടി ഒരുക്കപ്പെടുക, അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുക. അതിനുവേണ്ടി മാത്രം നിന്റെ ചിന്തകളും നിന്റെ ആഗ്രഹങ്ങളൊക്കെ വേർതിരിച്ചു വെക്കുക. അടുത്തൊരു കാര്യം പറയുവാനുള്ളത്, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ മേഖലകളിൽ നിന്റെ അകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് പകൽക്കാലം നീ സമർപ്പണ ബോധത്തോടെ ജോലിയിലേക്ക് കടന്നു പോവുക. ഇന്ന് പകൽക്കാലം നീ സമർപ്പണ ബോധത്തോടെ നീ സ്കൂളിലേക്കോ കോളേജിലേക്കോ നീ വിദ്യാഭ്യാസം ചെയ്യുന്ന മേഖലയിലേക്കോ നിന്റെ സ്ഥലങ്ങളിലേക്കോ നിങ്ങൾ പോകുക. ഈ ചിന്തകൾ നിന്റെ അകത്തുനിന്ന് വിട്ടുമാറി പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരാകട്ടെ, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നവരാകട്ടെ, പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യുന്നവരാകട്ടെ, അതിന്റെ ആഴങ്ങളിൽ കടക്കുന്നവരാകട്ടെ, അതിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് കയറി നിൽക്കുന്നവരാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയുള്ള മേഖലയിൽ കയറി നിൽക്കും. ഈ നാളുകളിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെടും. ഈ നാളുകളിൽ നിങ്ങൾ അതിനുവേണ്ടി മാത്രം തയ്യാറാകും. തലമുറകൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അടുത്ത ഞായറാഴ്ചകളിൽ നിന്റെ സഭയിൽ നിന്നെ കുറിച്ച് വിധി എഴുതിക്കൊണ്ടിരുന്നവർ അല്ല, നിന്റെ സഹോദരങ്ങൾ, നിന്റെ ചാർച്ചക്കാർ, നിന്റെ അയലോക്കക്കാർ നിന്നെ നോക്കി വിധി എഴുതിയ ചില എഴുത്തുകളെ ദൈവം തിരുത്തി എഴുതി. അടുത്ത ഞായറാഴ്ചയിലല്ല, അടുത്ത ദിവസം മുതൽ അല്ല, നാളുകളിൽ അവർ കാണാൻ പോകുന്നു നിന്റെ അകത്ത് കിടക്കുന്ന ദൈവിക പ്രവൃത്തികളെ, നിന്റെ അകത്ത് നടക്കുന്ന ദൈവികമാകുന്ന ക്രിയകളെ. നാളുകളിൽ നിന്നെ കുറ്റപ്പെടുത്തിയവരും നിന്നെ ഒറ്റപ്പെടുത്തിയവരും നിന്നെ ദൂഷിച്ചവരും നിന്നെ നിന്ദിച്ചവരും നിന്നെ നാണം കെടുത്തിയവരും ഒക്കെ കാണാൻ പോകുകയാണ്. നിന്റെ അകത്ത് കത്തി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത തികട്ടലുകളെ, പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത കത്തലുകളെ അവർ കാണാൻ പോകുന്നു. നിന്നാൽ ചിലവർ വിടുവിക്കപ്പെടാൻ പോകുന്നു, നിന്നാൽ ചിലത് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഈ പകൽക്കാലം നിങ്ങളുടെ മേഖലയിലേക്ക് കടന്നു പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.